കേരളത്തിലെ CPIM നേതാക്കളെ മുഴുവൻ സംഘിയാക്കണം, സംഘപരിവാറുകാരനാക്കണം. അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംഘപരിവാറുകാരനാക്കണം എന്നതാണ്. ജീവിതകാലം മുഴുവൻ BJPക്കെതിരെ നിരന്തരം പോരാടി വളർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള ഒരാളെ ഇപ്പോഴും അമിത്ഷായ്ക്കെതിരെയും മോദിക്കെതിരെയും നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന കേരളത്തിലെ ഒരേയൊരു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന CPIM നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ സംഘപരിവാറാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആര്? ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസിന്റെ പുതിയ സൈബർ പ്രചാരകനായ സുനിൽ ഖനോഗുലു എന്ന് വെച്ചാൽ കോൺഗ്രസ്, KPCC അങ്ങനെ തന്നെ അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. പിണറായി വിജയനെ മാത്രമാണോ? ആരൊക്കെയാണ് സംഘപരിവാറിനെ കടന്നാക്രമിക്കുന്നത്? അവരെല്ലാം സംഘപരിവാറുകാരനാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് സംഘപരിവാറുകാരനാക്കുന്നു എന്നതിന്റെ ഒരു ചെറിയ സാമ്പിൾ അത് ഇന്ന് നടന്നു. ഇന്ന് സംസ്ഥാനത്തെ വിവിധ കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ ചെയർമാൻമാരും പ്രസിഡന്റുമാരും ചുമതലയേറ്റു. ആ ചുമതലയേൽക്കൽ ചടങ്ങിനെ ഉപയോഗപ്പെടുത്തി പിണറായി വിജയനെ സംഘിയാക്കാൻ കഴിയുമോ എന്നാണ് നോക്കിയത്. പക്ഷേ അധികം ആയുസുണ്ടായില്ല. കാരണം ഇവിടെ സോഷ്യൽ മീഡിയ ഉണർന്നിരിക്കുന്നുണ്ട് എന്ന് സുനിൽ ഖനോഗുലു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും, KPCC മനസ്സിലാക്കുന്നത് നന്നായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിക്കാരും മനസ്സിലാക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. എന്താണ് ആ സാമ്പിൾ? മലയാള മനോരമ ന്യൂസിൽ വന്ന ഒരു വാർത്ത, മലയാള മനോരമയുടെ ന്യൂസ് ചാനലായ മനോരമ ന്യൂസ് TVയിൽ വന്ന ഒരു വാർത്ത. ആദ്യം ഇങ്ങനെയാണ് വന്നത്, തലക്കെട്ട്: ഹലോ രാജേഷേ, പിണറായി വിജയനാണ്, നിയുക്ത മേയറെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. ഈ തലക്കെട്ട് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുക? പിണറായി വിജയൻ VV രാജേഷിനെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BJP നേതാവിനെ വിളിച്ച് അഭിനന്ദിച്ചു, അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചു. ഇതാണ്. ഇതിന് പുറകെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ആരുടേതാണ്? മറ്റാരുടേതുമല്ല, VT ബൽറാമിന്റെ. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയാം. VT ബൽറാമിന്റെ പോസ്റ്റ്: കൊല്ലം മേയർ ശ്രീ AK ഹഫീസ്, കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ, കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. ഈ 4 കോൺഗ്രസ് മേയർമാർക്കും ഹാർദമായ അഭിനന്ദനങ്ങൾ. ഇവരിൽ ആർക്കും ഇതുവരെ ശ്രീ പിണറായി വിജയന്റെ അഭിനന്ദന ഫോൺ കോൾ വന്നതായി അറിയില്ല. ഇതാണ്. അപ്പോൾ എന്തായി? മനോരമ ന്യൂസ് വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയെ അധികരിച്ച് കോൺഗ്രസിന്റെ മേയർമാരെ അഭിനന്ദിക്കാതെ, വിളിക്കാതെ BJPയുടെ മേയറെ മാത്രം വിളിച്ചു പിണറായി വിജയൻ സംഘിയാണ്, സംഘപരിവാറുകാരനാണ് എന്നതിന് ഇതിൽ പരം തെളിവുണ്ടോ? ഈ ചോദ്യമാണ് സ്വാഭാവികമായും ഈ വാർത്ത വായിക്കുന്ന, ഈ പോസ്റ്റ് വായിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുക. അവർക്ക് പിണറായി വിജയനോട് ദേഷ്യം വരും, രോഷം വരും. അത് വരണം, അതിനു വേണ്ടിയിട്ടാണ് ഈ കളി. അതാണ് നടന്നത്. പക്ഷെ എന്താണ് സത്യം? മലയാള മനോരമ തന്നെ പറയുന്നു. മനോരമ ന്യൂസ് പിന്നീട് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹലോ രാജേഷാണേ, മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് നിയുക്ത മേയർ. ഹലോ രാജേഷാണേ, മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് നിയുക്ത മേയർ എന്ന് വെച്ചാൽ നിയുക്ത മേയർ രാജേഷ് എന്ന് വെച്ചാൽ നിയുക്ത തിരുവനന്തപുരം മേയർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിളിക്കുന്നു, സംസാരിക്കുന്നു. അതിനെയാണ് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചു എന്ന രൂപത്തിൽ വാർത്തയാക്കുകയും ആ വാർത്തയുടെ ചുവട് പിടിച്ച് മുഖ്യമന്ത്രി ഇതാ സംഘപരിവാറുകാരനായി. ഒരു കോൺഗ്രസ് മേയർമാരെയും മുഖ്യമന്ത്രി വിളിച്ചില്ല. VV രാജേഷിനെ മാത്രം, BJP നേതാവിനെ മാത്രം വിളിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് നൽകിയത് CPM ആണ്. ഇപ്പോഴിതാ മേയറെ അഭിനന്ദിക്കാൻ ആദ്യം എത്തിയത് മുഖ്യമന്ത്രിയാണ്. ഇതിൽ പരം വേറൊരു തെളിവ് വേണോ സംഘപരിവാർ CPM ബന്ധത്തിന്, സംഘപരിവാർ പിണറായി വിജയൻ ബന്ധത്തിന്? ഇതാണ് പ്രചാരണം. എന്നാൽ എന്താണ് വസ്തുത? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് സംബന്ധിച്ച് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്: BJP നേതാവ് VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ്. BJP നേതാവ് VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്.
വെള്ളിയാഴ്ച രാവിലെ ശ്രീ വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാം എന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആവട്ടെ, അഭിനന്ദനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നാണ്. ഇത് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണ്. പ്രസ്തുത വാർത്ത തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വാർത്താക്കുറിപ്പാണ്. ഇത് നോക്കണം, ഇതാണ് പ്രചാരണ രീതി. ഇതെല്ലാം മറ്റൊന്നു കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ എന്നതിന്റെ ഉദാഹരണം. ഇതെല്ലാം കള്ളപ്രചാരണം, വ്യാജ പ്രചാരണം നടത്തുക, അത് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു വലിയ മാധ്യമ സംഘം റെഡിയായി നിൽക്കുക. ഒരു കേന്ദ്രത്തിൽ നിന്ന് സുനിൽ കനോഗുലുവിന്റെ KPCCയുടെ ടീം വാർത്ത ചമയ്ക്കുക, അത് വാർത്തയാണ്, സത്യമാണ് എന്ന രൂപത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുക. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വി രാജേഷിനെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന വാർത്ത.